നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്ന് ആദ്യം ബോധ്യപ്പെടുക. രണ്ടാമത്തെ കാര്യം, ഉത്തരം കിട്ടാത്തതിന്റെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ സ്കൂളിലെ പഠന സമ്പ്രദായത്തിന്റെ കുഴപ്പമാണ്. നമ്മളെങ്ങനെയാ പഠിക്കല്? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണത്. ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുന്ന തെറ്റാണ്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്, ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കേണ്ടത്? എന്റെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ, നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ നിങ്ങൾ എന്നോടോ ചോദിക്കേണ്ടത്, ഞാൻ നിങ്ങളോടോ ചോദിക്കേണ്ട ഫോണിന്? ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കേണ്ടത്, ഉള്ളവർ ഇല്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കേണ്ടത്? അല്ലേ? ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? സ്കൂളിൽ അറിവുള്ളത് മാഷക്കോ കുട്ടിക്കോ? മാഷക്കല്ലേ. ഇല്ലാത്തതോ കുട്ടിക്കല്ലേ. അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? കുട്ടികളല്ലേ. ഉത്തരം പറയേണ്ട ആരാ? മാഷല്ലേ. പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷല്ലേ. ഉത്തരം പറയണ്ടോ? നിങ്ങളല്ലേ. നിങ്ങൾക്ക് ഉത്തരം അറിയാം, പിന്നെ സ്കൂളിൽ പോവോ? ഉത്തരം അറിയാത്ത കൊണ്ടല്ലേ പോകുന്നത്. പിന്നെ മാഷ് ഏത് ഉത്തരാ നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങളെ തന്നേൽപ്പിച്ച ഉത്തരം. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? വളരെ അപൂർവമേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷവും നമ്മളെ കയ്യിൽ നിന്ന് പോയി. 8 കഴിഞ്ഞ് 9 8 പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10 പോയി. ഈ പ്രക്രിയ വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് തന്നത് നിങ്ങളുടേതാകണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ചോദിക്കുമ്പോ നിങ്ങളുടെ തലച്ചോറിൽ ഉത്തരത്തെ സ്വീകരിക്കുവാൻ ഒരു സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് നിങ്ങളുടെ പ്ലസ്. അതുപോലെ ചോദ്യം ചോദിക്കുമ്പോ മനസ്സ് നീളും ഉത്തരത്തെ സ്വീകരിക്കാൻ. എന്നാൽ ആ മനസ്സിൽ ഉത്തരം വന്ന് നിറയുന്നത് വരെ അവിടെ ആ നീണ്ട സ്പേസ് വാക്വമായി, വാക്കന്റായി, ന്യൂനമർദ്ദമായി കിടക്കും. ആ ന്യൂനമർദ്ദം ഉത്തരത്തെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം, ഉത്തരം പറയുന്ന കുട്ടികളല്ല. ഈ വാക്വത്തിന്റെ കരുത്ത് നിങ്ങളറിയാം. തലച്ചോറിനകത്ത വാക്വമാണ് എല്ലാ കുട്ടികൾക്കും വേണ്ടത്. ഈ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നു. ഇതെന്റെ കയ്യിൽ വെള്ളം മറിഞ്ഞു പോകാതെ നിൽക്കുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഇത് കമിഴ്ത്തി വെച്ചാൽ മറിഞ്ഞു പോകും, അല്ലേ? കമിഴ്ത്തി വെച്ചാൽ മറിഞ്ഞു പോകും, പക്ഷെ മറിഞ്ഞു പോകുന്നില്ല. ഈ വെള്ളം മറിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല, ചെരിച്ചാൽ വീഴുന്നില്ല, ഇങ്ങനെ വിളിച്ചാൽ വീഴുന്നില്ല. എന്താണ് സംഭവിച്ചത്? എൻ്റെ കയ്യിൽ ഞാൻ പശയൊന്നും ഒട്ടിച്ചിട്ടില്ല. ഇതെടുത്തു നോക്കിയാൽ ടൈറ്റല്ലേ? എങ്ങനെയാണ് ഈ ബലം ഇവിടെ ഉണ്ടായത്? ഇതെങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നു? ഇതിന്റെ പിറകിൽ ശാസ്ത്രമാണ്, മാജിക് അല്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഗ്ലാസ് കൈ ഇങ്ങനെ അമർത്തി, 4 ഭാഗം അമർത്തി, എന്നിട്ട് 2 വിരൽ ചെറുങ്ങനെ താഴോട്ട് ചലിപ്പിച്ചപ്പോ എൻ്റെ ഉള്ളം കൈ മാത്രം മേലോട്ട് ഉയർന്നു. ആ സ്പേസില് അവിടെ വാക്വം ഉണ്ടായി, ന്യൂനമർദ്ദം ഉണ്ടായി. ആ ന്യൂനമർദ്ദത്തിന്റെ കരുത്തിലാണ് ഈ ഗ്ലാസ് ഒട്ടി നിൽക്കുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഗ്ലാസ് പൊളിക്കണ്ട. വായ മലർന്നിട്ടില്ലാത്ത സ്റ്റീലിന്റെ ഗ്ലാസ് വായിൽ അമർത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചാൽ ടൈറ്റായിട്ട് നിൽക്കൂലേ? അത് തന്നെയാണ് ഈ ശാസ്ത്രവും. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ഉണ്ടായത്? ഈ സ്പേസ് ആണ്. ആ വാക്വം നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ചോദ്യം. പിടിയോ? ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. അങ്ങനെയാണ് പ്ലസ് ആവുക. എന്താണ്, എങ്ങനെയാണെന്ന് ചോദിക്കണം. ഈ ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യവും ലോകവും വളർന്നത്. മാഷന്മാർ പറഞ്ഞ ശ്ലോകവും പഠിച്ച് പോയിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ടാവും. ഈ കേരളത്തിൽ കുറെ മനീഷികൾ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് നമുക്ക് പുതിയ ഉത്തരങ്ങൾ ഉണ്ടായത്. പ്ലസ് ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് ഇന്ന് പഠിച്ചാലേ നിങ്ങൾ വിദ്യാർത്ഥികളാകുന്നുള്ളൂ. വിദ്യയെ അർത്ഥിക്കണം. ഇങ്ങോട്ട് തരൂ. പഠിക്കുന്നത് ജോലിക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും അറിവിന്റെയും വികാസത്തിനാണ്. ഈ പഠനത്തിൽ നിങ്ങളുടെ മാർക്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് നിങ്ങളുടെ ഇന്റലിജൻസ് ക്വഷ്യന്റ് ആണ്, IQ ആണ്. പക്ഷെ IQ മാത്രം വളർന്നതുകൊണ്ട് ഒരാൾക്ക് വ്യക്തിത്വം ഉണ്ടാവുന്നില്ല.
ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ 7 ക്യൂ ഉണ്ട്. ആ 7 ക്യൂ നിങ്ങൾ നന്നായി പഠിക്കണം. ബുദ്ധിശക്തിയുടെ വികാസം IQ ആണ്. പക്ഷെ IQ ഓർമ്മശക്തിയുടെ വികാസമല്ല. കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് തിരിച്ചറിയുവാനുള്ള കഴിവാണ് IQ. രണ്ടാമത്തെ ഒരു ക്യൂ ഉണ്ട് കേട്ടോ മക്കളെ. ആ ക്യൂ EQ ആണ്. എന്താണ് EQ? ഇമോഷണൽ ക്വഷ്യന്റ്, വൈകാരികമായ പക്വത ഉണ്ടാവണം. ഒരു വ്യക്തിക്ക്, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മനുഷ്യന് 3 വികാസ പ്രക്രിയയിൽ, ആ 3 വികാസ പ്രക്രിയയിൽ 2 ഇപ്പം നന്നായി വികസിച്ചു, പക്ഷെ 1 തളർന്നുപോയി. നമ്മൾ ചെടിക്ക്, നെല്ലിനോ പച്ചക്കറിക്കൊക്കെ വളമിടുമ്പോ NPK മിശ്രിതം ഒന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഈ പൊട്ടാഷും ഫോസ്ഫറസിന് 2 P വരുന്നതുകൊണ്ട് പൊട്ടാഷിന് ലാറ്റിൻ ഭാഷയിലുള്ള കാലിയം എന്ന വാക്ക് കൊടുത്തു. അങ്ങനെയാ K വന്നത്. മനസ്സിലായോ? നൈട്രജൻ, ഫോസ്ഫറസ്, കാലിയം. ഇതിൽ നൈട്രജനും കാലിയവും മാത്രം ഉണ്ടായിട്ട് ഫോസ്ഫറസ് ഇല്ലെങ്കിൽ ചെടിക്ക് കായ് ഉണ്ടാവില്ല. ഫോസ്ഫറസും കാലിയവും മാത്രമുണ്ട്, നൈട്രജൻ ഇല്ലെങ്കിലും കാര്യമില്ല. ഇത് 3ഉം സമ്മിശ്രമായി ചേർന്നാൽ മാത്രമേ വികാസം ഉണ്ടാവൂ. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ 3 ഘടകങ്ങളുണ്ട്. 1 നല്ല ശരീരം, നല്ല ആരോഗ്യം വേണ്ടേ? നല്ല ആരോഗ്യം വേണം. 2 നല്ല ബുദ്ധിയും വേണം. ആ 2 ബുദ്ധിയും നല്ല ആരോഗ്യവും ഇന്ന് നന്നായി വളരുന്നു. എന്തൊരു ബുദ്ധിയാണ് ഇന്നത്തെ കുട്ടികൾക്ക്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 1984 ഞാൻ SSLC എഴുതിയത്. അന്ന് 60% മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്. 60% എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കുട്ടികളോട് ചോദിച്ചോക്കട്ടെ, A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രമാണ് അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. ഇന്ന് എല്ലാറ്റിലും 90% മാർക്ക് കിട്ടി. ഒരു വിഷയത്തിൽ 89 പോയി. ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടാൽ അപ്പുറത്തെ ഗോപാലേട്ടൻ ചോദിക്കുക, എനിക്ക് ഫുൾ A+ ഇല്ല. ഈ ഗോപാലേട്ടൻ പണ്ട് 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനായിരിക്കും കേട്ടോ. ഒരു വിഷയത്തിൽ 90% കിട്ടിയിട്ടില്ലെങ്കിൽ തോറ്റ മട്ടില കുട്ടികളോട് പെരുമാറുന്നത്. മഹാപാപമാണത്. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്, എന്തൊരു ആരോഗ്യമാണ് നമ്മുടെ കുട്ടികൾക്ക്. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കുട്ടികളുടെ കോലം എന്തായിരുന്നു? എല്ലാത്തിനും ജലദോഷമായിട്ട് മൂക്കൊണ്ട് 11 എഴുതും. മൂക്കുന്ന് 11 ഇറങ്ങി വരും. അത് കൈകൊണ്ട് ഇങ്ങനെ വരക്കും. തലയിൽ മുഴുവൻ പേനായി, നഖങ്ങൾ കുഴിനകായി, ഈ അസ്ഥി കൂടെല്ലാം പുറത്ത് കാണാം. പക്ഷെ വയറ് വലിയ ചുമരിന് കിണ്ണഞ്ചാരി വെച്ച പോലത്തെ വയറുണ്ടാവും. എന്നാൽ ഗ്രഹിണി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അസുഖം വന്ന കുട്ടികളെ കുടല് വലുതായി. അങ്ങനെ നടക്കുന്ന വൃത്തികെട്ട ഒരു കുട്ടിയെ ഇന്ന് കാണാൻ പറ്റുമോ? ഇന്നത്തെ കുട്ടികൾ എന്തൊരു സുന്ദരന്മാരും സുന്ദരികളാ, എന്ത് നല്ല ഉഷാറ കുട്ടികൾ. നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. പിന്നെ എന്താ നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നം? ഏടെന്ന് വർത്താനം പറയുന്നുണ്ടെങ്കിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന, ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തുന്ന കുറെ തന്തവൈരുണ്ട്. ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അതുകൊണ്ട് പിള്ളേർ ഒരു സ്ഥലത്തും വരില്ല കേട്ടോ. ഒരു പരിപാടിക്ക് കുട്ടികൾ പ്രസംഗം കേൾക്കാൻ പറ്റില്ല. കാരണം ഇവരെ ചീത്ത പറയാനായി ഇത് വെച്ചെന്ന് അവർക്കറിയാം. എന്താ പറ്റിയത്? അത് കുട്ടികളുടെ കുഴപ്പമല്ല. ഈ കുട്ടികൾക്ക് സമൂഹവും വീടും കൊടുക്കേണ്ട ഒരു പ്രധാന ഘടകം കൊടുത്തില്ല. എന്നും കെയും വളർന്നു, അതിന്റെ നടുക്കുള്ള P വളർന്നില്ല. എന്താ സാധനം എന്നറിയോ? ബുദ്ധിയും ശരീരവും വളരുമ്പോ മനസ്സ് വളർന്നില്ല. എന്താണ് ഈ മനസ്സും ബുദ്ധിയും ഒന്നാണോ? അല്ല, മനസ്സും ബുദ്ധിയും ഒന്നല്ല. പഹൽഗാമില് കൂട്ടക്കൊല നടത്തിയ ഭീകരന്മാരെല്ലാം നല്ല ബുദ്ധിയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ടീമാണ്. പക്ഷെ മനുഷ്യരെ പച്ചക്ക് കൊല്ലരുത് എന്ന മനസ്സവർക്കില്ല. സ്നേഹമില്ല, കാരുണ്യമില്ല, ദയയില്ല, ധാർമ്മിക ബോധമില്ല, സത്യബോധമില്ല. ഇതൊന്നുമില്ലെങ്കിൽ ബുദ്ധിയും ശരീരവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സ് വളർത്തണം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂക്കൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. അത് മനസ്സിലാണ്. ബുദ്ധി വർദ്ധിക്കുമ്പോഴും
അതിനാനുപാതികമായി സംസ്കാരം വളരാത്തത്, ബുദ്ധി വളരുന്നതിന് ആനുപാതികമായി മനസ്സ് വളർത്തിക്കൊടുത്തില്ല. അതിന് പ്രതികൾ കുട്ടികളല്ല. അവരെല്ലാം LP-യിലും UP-യിലും പഠിക്കുമ്പോൾ നല്ല കുട്ടികളായിരുന്നു കേട്ടോ. എന്തൊരു സ്നേഹവും എന്തൊരു പാട്ട്. പക്ഷെ കൗമാരം തുടങ്ങുമ്പോഴേക്ക് കുട്ടികളുടെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. അതാണ് ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ കഥ കേൾക്കാത്ത ലോകത്ത് ഒരാളും ഉണ്ടാവില്ല. ഈ സോപ്പ് കഥയാണ്. എല്ലാ സ്കൂളിലെ കുട്ടികളും പഠിച്ച കഥയാണ്. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ മെല്ലെ വരിക. മുയൽ വിചാരിച്ചു, എന്തിനാ ഞാൻ ഇത്ര തിരക്കിട്ട് ഓടിയാലും അവിടെ പോയാൽ ഒരു ട്രോഫിയല്ലേ കിട്ടൂ, അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാം. മുയൽ വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയിട്ട് ട്രോഫി വാങ്ങി വരുന്നു. എന്നിട്ട് അധ്യാപകർ നമ്മൾക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ എവിടെ തീർന്നു? ഈ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ച് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു സാഹിത്യത്തിൽ ഒരു തിയറി ഉണ്ട് കേട്ടോ. പഴയ എഴുതിയ കഥകളെല്ലാം പുനർവായന നടത്തി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റുക, ഡീകൺസ്ട്രക്ഷൻ നടത്താം. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, മനസ്സെന്ന് പറയുന്നതാണ് മുയല്. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരും. നിങ്ങളൊരു പശു പ്രസവിച്ച ആ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോളൂ. നിങ്ങളെ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ? 6 മാസമായിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിട്ട് കിടക്കാൻ? 6 മാസമായിട്ടില്ലേ? LKG-യിൽ അംഗനവാടിയിൽ പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ച് LKG ചേരുമ്പോൾ 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടീനെ ചെന്ന് നോക്കിയാട്ടെ, പെറ്റിട്ട് മുലയൂട്ടുന്ന അമ്മയാണ്. നമ്മളെ കുട്ടികൾ നോക്കിയാട്ടെ, ഇവിടെ SLC ജയിച്ച 15 വയസ്സുള്ള പെൺകുട്ടികളെ നോക്കിയാട്ടെ, ആ 15 വയസ്സിൽ ഒരു പശുവായിരുന്നുവെങ്കിൽ ഇവരെല്ലാം 12 വെച്ചിട്ടുണ്ടാവും ഇല്ലേ? നമ്മളെ കുട്ടികൾ കുഞ്ഞുമക്കളല്ലേ. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നു, പക്ഷെ മനസ്സോ മുയലിനെ പോലെ കുതിക്കുന്നു. എൻ്റെ അമ്മോ, എന്തൊരു ബുദ്ധിയാ കുട്ടികൾക്ക്! എന്തെല്ലാം പാട്ട് അവർ പാടുന്നു, ഏതെല്ലാം പരീക്ഷയിലാണ് അവർ ജയിക്കുന്നത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവാ. MSc-ക്ക് പഠിക്കുന്ന ഒരു മോനുണ്ട് എനിക്ക്. ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ MA-ക്ക് പഠിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയും എൻ്റെ മകൻ MSc-ക്ക് പഠിക്കുമ്പോൾ അവൻ്റെ ബുദ്ധിയും ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ സത്യമായിട്ട് പറയുക, എൻ്റെ 10 ഇരട്ടി ബുദ്ധിയുണ്ട് എൻ്റെ മോന്. അത് എൻ്റെ മോനെ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. എന്തൊരു വേഗതയിലാ മനസ്സോടുന്നത്. ശരീരം ആമയെപ്പോലെ, മനസ്സ് മുയലിനെ പോലെ കുതിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിനകത്ത് പ്രകൃതി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. കൗമാരം തുടങ്ങുമ്പോൾ ഈ ശരീരത്തിൽ ഒരു ഹോർമോൺ എല്ലാം വരും. അത് വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നീട് ഈ മനസ്സാകുന്ന മുയൽ ഉറങ്ങുകയും ശരീരം ഓവർടേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതാ പ്രശ്നം. കാരണം ഞാൻ എന്തെല്ലാം കഴിക്കുന്നെന്ന് എനിക്കെന്നെ തിരിയുന്നില്ല എന്ന് പിള്ളേർ പറയും. അവരെ നിയന്ത്രിക്കുന്നത് ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര പ്രകാരം ഒരു മനുഷ്യന്റെ സകല ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് അവന്റെ ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 10-ലെത്തുമ്പോ ചെറിയ പ്രേമെല്ലാം തുടങ്ങുക. പ്രേമം വന്നാൽ തന്നെ പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയുന്നോള് വിചാരിക്കും, ആരാദ്യം പറയുന്നോനും വിചാരിക്കും. തമ്മാങ്ങല് മിണ്ടൂല, പേടിച്ചിട്ട്. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസവും ഒരു ഓട്ടോഗ്രാഫ് എഴുതുന്നു. ആ ഓട്ടോഗ്രാഫിൽ എഴുതും, കര കടലിനെ മറന്നാലും കടല് കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല. എന്ത് കാര്യം? ഫോണും ഇല്ല, വാട്സപ്പും ഇല്ല, ഒന്നുമില്ല. രണ്ടും 2 വഴിക്ക് പോയി. ഒരു വിവരവും ഇല്ല നിന്നെ. ഇപ്പോ ഫോണെല്ലാം വന്ന് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഒന്ന് ഉഷാറായപ്പോ പഴയ ആളെല്ലാം തപ്പി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമം, നാട്ടിലാകെ സംഗമം അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. എന്താ കാരണം? അന്ന് നമുക്ക് ഹോർമോൺ ഉണ്ടാകില്ല. ഏനെ കൊണ്ടാ? ഉച്ചക്കെന്താ കറി? ചാക്കക്കുരുവും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചാക്കക്കുരു ഓലൻ. എന്നെ കൊണ്ട് എന്ത് ഹോർമോണാ? ഇന്ന് ഇതെല്ലാം ഭക്ഷണം, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയില്, എത്രയാ ഇറച്ചി, എത്രയാ മീൻ അല്ലേ? ഇറച്ചി മീനെല്ലാം കുട്ടികൾ തിന്നോട്ടെ, പക്ഷേ സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നവര്. അവര് പക്ഷേ ഒരു കഷ്ണം ഇറച്ചിന്റെ കൂട്ടത്തിൽ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാണ് തിന്നത്. എന്നാൽ നമ്മളെ കുട്ടികളോ പച്ചക്കറി വളർന്നു നോക്കിയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതിഷികള് കബഡി നിരത്തുന്നാണ്ടില്ലേ, അതുപോലെ മുരിങ്ങക്കായി അങ്ങോട്ട്, വെണ്ടക്കായി അങ്ങോട്ട്, ക്യാരറ്റെല്ലാം അങ്ങോട്ട് ഇലേന്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് വിളമ്പുന്ന ആളോട് പീസ് ഉണ്ടോന്ന് ചോദിക്കും.
എത്രയാ ഇറച്ചി, എത്രയാ മീന്, വറുത്തവും പൊരിച്ചുമല്ലേ തിന്നുന്ന. ഇത് കുട്ടികളിൽ ഹോർമോണിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പഠനം നടത്തേണ്ട വിഷയ. അപ്പോ ഈ ശരീരം അങ്ങ് ഉണർന്നു, മനസ്സാകുന്ന മുയലുറങ്ങി. ശരീരം എട്ടിൽ പഠിക്കുമ്പോ ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി അല്ലേ? പണ്ട് മനസ്സും ശരീരത്തെ നിയന്ത്രിക്കും മനുഷ്യനാ. മൃഗങ്ങളുടെ ശരീരം മനസ്സിനെ നിയന്ത്രിക്കും. ഇപ്പൊ ഇവിടെ ഒരു പശു വന്നു, ആ പശുവിന് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ മനസ്സ് പറയും ഇത്ര ആളെ മുമ്പിൽ ഒഴിക്കാൻ പറ്റൂല, ആലയിലെത്തട്ടെ എന്നില്ല. ശരീരം മനസ്സിനോട് പറയും എനിക്ക് ഇപ്പൊ ഒഴിക്കണം, അപ്പോയിക്കൂ. തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളത്തിനിടയിൽ ആന നാട്ടുകാരെ നടുക്ക് മൂത്രമൊഴിക്കും, കൊണ്ടുപോടും. അതിനങ്ങനത്തെ നാണോ മാനൊന്നും ഇല്ല. കാരണം അതിന്റെ വലുത് ഗുരു ശരീരവും മനസ്സ് ലഘുവാ. എന്നാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി വയ്ക്കുവോ? മനസ്സ് പറയും ഇതൊക്കെ പറ്റില്ല, ടോയ്ലറ്റ് പോണമെന്ന് പറയുന്നില്ലേ? എന്നാൽ ഈ ഹോർമോണിന്റെ ശക്തി കൂടുമ്പോ ശരീരം വളരും, മനസ്സ് തളരും. അപ്പൊ പോവും, പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറക്കും. എഴുന്നെങ്കിൽ ഒരുത്തൻ ചിരിച്ചു കാണിച്ചാൽ മതി, വിരലിങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി, മുടി മേലോട്ട് ചീകിയാ മതി, യോയോ ഒന്നാക്കിയാൽ മതി, അപ്പൊ പോകും. ഇവൻ ഏതാ, കഞ്ചാവാണോ, ഇവൻ മയക്കുമരുന്നാണോ എന്നൊന്നും ചിന്തിക്കൂല. കാരണം ശരീരത്തിന് ആരെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ മതി. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ വൈകാരികമായ പക്വത നശിക്കുകയും ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ പുതിയ ഹോട്ടലുകൾ, പുതിയ ഭക്ഷണങ്ങൾ തേടി ഓടുകയും. ശരീരത്തിന് ഭക്ഷണമല്ലേ പറ്റൂ. ന ഭുജ്യതേക്ക വ്യാകരണം ശുദ്ധാതുരൈ വിവാസിതോ കാവ്യരസോ നബിയതേ. മാഘം എന്ന കാവ്യം എഴുതിയ മാഘം പറഞ്ഞതാ, വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റില്ല, ദാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റില്ല. അപ്പൊ എന്ത് വേണം? അപ്പൊ എന്തു ചെയ്യും? അവന് ശരീരമെന്ന പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ പദാർത്ഥങ്ങൾ വേണം. എന്താ പദാർത്ഥം? ഭക്ഷണം അല്ലേ? പക്ഷെ പദാർത്ഥങ്ങൾ കൊണ്ട് തൃപ്തിയാവുന്നില്ല. പുതിയ ടേസ്റ്റുകൾ വേണം. അജിനോമോട്ടോ, പുതിയ മസാല കൂട്ടോ കൊണ്ടൊന്നും അവന് തൃപ്തിയാവുന്നില്ല. കാരണം എന്താ? വിശപ്പില്ല. വിശപ്പുണ്ടെങ്കിൽ ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപ്പുമാവ് വിചാരിച്ചിട്ടാ സ്കൂളിൽ പോയേ. ഇപ്പൊ LP അംഗനവാടിയിലെ കുട്ടിയൊക്കെ പോയി ഉപ്പുമാവ് വേണ്ട, ഇന്ന് മുതൽ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചു സർക്കാർ അല്ലേ? കാരണം അന്ന് ഉപ്പുമാവിന് ടേസ്റ്റ് ഉണ്ടാക്കിയത് വിശപ്പായിരുന്നു. വിശക്കുന്നതുകൊണ്ട് ഉപ്പുമാവിന് ഭയങ്കര ടേസ്റ്റാ. ഇന്ന് വിശപ്പില്ല. അതുകൊണ്ട് അവന് പുതിയ ഭക്ഷണധാരണങ്ങൾ. അപ്പോ ഈ ശരീരത്തിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ട് സുഖം കിട്ടുന്നില്ല. എന്ത് ചെയ്യും? എളുപ്പ വഴി ക്രിയ ചെയ്യും. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലൊരു പരീക്ഷയിൽ ചോദ്യമായിരുന്നു എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. കണക്കിലൊരു ഉത്തരം കിട്ടാൻ അതിന്റെ വഴിക്രമല്ലാതെ ഷോർട്ട് കട്ടിൽ ഉത്തരം കണ്ടെത്തുന്ന സൂത്രമാണ് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. എന്റെ ഒന്നിച്ച് പരീക്ഷ എഴുതുന്ന സൗമ്യാന്തര എന്ന് പറഞ്ഞൊരു പയ്യൻ കോപ്പി അടിച്ച് മാഷ് പിടിച്ചപ്പോ മാഷോട് ഇവൻ പറയാ, മാഷ ഇതാ ഏറ്റവും എളുപ്പ വഴിയിൽ കോപ്പി അടിക്കൽ. അതുപോലെ ശരീരത്തെ തൃപ്തിപ്പെടുത്താനുള്ള എളുപ്പ വഴി എന്താ? ശരീരം പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, ബാധകം. ഇപ്പൊ കുട്ടികൾ ഖരവും ദ്രാവകവും ബാധകവും അന്വേഷിച്ച് നടക്കുക. ഖരം MDMA, ദ്രാവകം മദ്യം, ബാധകം കഞ്ചാവിന്റെ പോക. പിടിയോ? ലഹരിക്കടിമയാവുന്നതിന്റെ കാരണം മനസ്സു തളരുകയും ശരീരം വളരുകയും ചെയ്ത ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് ബുദ്ധി വളർന്ന കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആ ബുദ്ധിക്ക് ആനുപാതികമായി നിങ്ങളുടെ മനസ്സ് വളർത്താൻ ശ്രമിക്കണം. ആ മനസ്സ് വളർത്തൽ എങ്ങനെയാ? നിങ്ങളുടെ കുടുംബത്തിൽ ഇമോഷണൽ ക്വഷ്യന്റ്, വൈകാരികമായ പക്വതയുണ്ടാവണം. വീട്ടുകാരോടും നാട്ടുകാരോടും നമ്മുടെ ഗ്രാമത്തോടും നല്ല ബന്ധമുണ്ടാവണം. അവരെ എല്ലാം മറന്നു പോകരുത്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വരികൾ ഓർക്കുക. നിങ്ങൾ ഏത് തൊഴിലിന് പോയാലും, ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്താ ഈ കൊന്നപ്പൂവ് പറയാൻ കാരണം?
വൈലോപ്പള്ളി എന്തുകൊണ്ട് ചെമ്പരത്തി പൂവോ പനിനീർ പൂവോ താമരപ്പൂവോ പറഞ്ഞില്ല? കൊന്നപ്പൂവ് പറയാനുള്ള കാര്യം അറിയാവോ? മറ്റു പൂക്കളെല്ലാം വസന്തകാലത്ത് അനുകൂല സാഹചര്യത്തിൽ വിരിയുന്ന പൂക്കളാ. എന്നാ കൊന്നപ്പൂവപ്പ വിരിയുന്നത് വേനൽക്കാലത്ത് മണ്ണ് വരണ്ടുണങ്ങിക്കിടക്കുമ്പോൾ ആ മണ്ണിന്റെ അടിയിൽ എവിടെയെങ്കിലും നനവുകൾ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തിട്ട് സ്വർണം ചാലിച്ച് പൂക്കളാക്കി വിരിയിക്കുന്ന ONV കുറുപ്പിന്റെ ഒരു പാട്ടില്ലേ? വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കുന്ന പൂത്തു. അത്തരത്തിൽ ആർദ്രതയുള്ള പ്രതിസന്ധികളിൽ അതിജീവിക്കാൻ പഠിക്കണം മക്കളെ. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ അച്ഛാ, അമ്മയെ, ഉപ്പ, ഉമ്മ എന്ന് പറഞ്ഞ് ഓടാനല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന പക്വത വേണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇമോഷണൽ ക്വഷ്യന്റ്, അതിന് നിങ്ങൾ എന്ത് വേണം? നമ്മുടെ നാടുമായിട്ട് നല്ല ബന്ധം വേണം, സ്വാർത്ഥനായ ബന്ധം വേണം. അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും നാട്ടുകാരുമായി സ്വാർത്ഥനായ ബന്ധം വേണം. എങ്ങനെയാ ബന്ധങ്ങൾ എങ്ങനെയാ സ്വാർത്ഥനാക്കുക? ചപ്പാത്തി സോഫ്റ്റനാക്കാനും ഇഡ്ഡലി സോഫ്റ്റനാക്കാനും പല സൂത്രം അറിയാം. ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ സോഫ്റ്റന്റെ സ്പെല്ലിംഗ് പഠിച്ചാൽ മതി. SOFTEN. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കാൻ പഠിച്ചാൽ മതി. വീട്ടുകാരോടും നാട്ടുകാരോടും ചിരിച്ചൂടെ? അതിന് ഒരു പൈസയും ചെലവില്ലല്ലോ. എസ് സ്മൈൽ. O എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. F എന്ന് പറഞ്ഞാൽ അഹന്തയില്ലാതെ മുന്നോട്ട് വിളിയ. അഹന്ത വേണ്ട, ഞാൻ പിന്നെ A+. ഓ ആരാപ്പ മുന്നോട്ട് വിളിയ. മാങ്ങയും ചക്കയും കൂടുമ്പോ മാവിന്റെയും പ്ലാവിന്റെയും കൊമ്പ് താഴോട്ട് താഴുവോ മേലോട്ട് വീഴുവോ? താഴോട്ട് താഴും. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ. അറിവും സമ്പത്തും കൂടുമ്പോ അഹന്ത കൂടാതെ വിനയം ഉണ്ടാവണം. അതാ ഫോർവേഡ് ലീൻ. ടച്ച്, അച്ഛനമ്മമാരെയും സഹോദരി സഹോദരന്മാരെയും ഹൃദയത്തിൽ തൊട്ട് ശരീരത്തിൽ തൊട്ട് വർത്തമാനം പറയണം. തൊക്കിൽ തൊടണം. അച്ഛന്റെ ചുമലൊന്ന് കൈപിടിക്കണം. അച്ഛന്റെ പുറത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കണം. അമ്മൂമ്മേന്റെ ഉപ്പാവേന്റെ ഉമ്മാവേന്റെ എല്ലാം ഒന്ന് ചേർത്ത് പിടിക്കണം. ഒന്നും മുടി വിരലോടിക്കണം. കാലൊന്ന് മസാജ് ചെയ്യണം. ടച്ച് വേണം. മനസ്സിലായോ? ടച്ച്, SOFTI. ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറയണം. കണ്ണാ നമ്മുടെ പേഴ്സണാലിറ്റി കേട്ടോ. ഐ കോണ്ടാക്ട്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ടാവില്ല എന്ന നിഷേധ സമീപനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നോഡിങ്. തലകുലുക്കി സമ്മതിക്കണം. ശരിയാ. നിങ്ങൾക്ക് മനസ്സ് കുറവ്, മനസ്സിന്റെ ശക്തി കുറവാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു കാര്യം മോനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഇപ്പാവില്ല, കുറച്ച് കെട്ടെന്ന് പറയുന്നൊന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ മനസ്സ് ഇന്നാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. എന്ത് കാര്യവും അപ്പപ്പ ചെയ്യാനുള്ള ഇച്ഛാശക്തി വേണം. നോഡിങ്, തല കുലുക്കി സമ്മതിക്കണം. അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റനായ. അത്തരത്തിൽ ഗ്രാമ കുടുംബ ബന്ധങ്ങൾ വളർത്തണം. അങ്ങനെ ഇമോഷണൽ ക്വഷ്യന്റ് ഉണ്ടാവണം. അടുത്തത് പാഷണൽ ക്വഷ്യന്റ് ഉണ്ടാവണം. എന്തിനോടെങ്കിലും ഒരു താല്പര്യം വേണം. ഒന്നിക്കിൽ ചിത്രം വരയ്ക്കാൻ, അല്ലെ സ്പോർട്സ്, അല്ലെ പിന്നെ കഥകൾ, കവിതകൾ, ആർദ്രത, അല്ലെ പൂക്കളോട്. ഒന്നിനോടും താല്പര്യമില്ലാണ്ട് തിന്നാൻ മാത്രം താല്പര്യമുള്ളതല്ലാതെ ഒരു പാഷൻ വേണം, ആർദ്രത വേണം, സൗന്ദര്യബോധം വേണം. നാലാമത്തത് സ്പിരിച്വൽ ക്വഷ്യന്റ്, ധാർമ്മിക മൂല്യം വേണം. അത് ബൈബിളും ഗീതയും ഖുറാനും വായിച്ചാൽ കിട്ടുന്നതല്ല. ആയിരുന്നുവെങ്കിൽ ബൈബിളും ഗീതയും ഖുറാനും വായിച്ച വലിയ സ്വാമിമാരും ഉസ്താദുമാരും പള്ളിയിലച്ചന്മാരും എന്തെല്ലാം വൃത്തികെട്ട കേസ് പ്രതിയാവുന്നു. എന്തുകൊണ്ട് ഇവര് നന്നായില്ല? അത് നല്ലതാ, വായിച്ചോ. പക്ഷെ അതിനപ്പുറത്ത് ബേസിക് ആയിട്ട് നമുക്കൊരു ധാർമ്മിക ബോധം, സത്യം, സ്നേഹം, ദയ, കാരുണ്യമൊക്കെ വേണം. അതാണ് സ്പിരിച്വൽ ക്വഷ്യൻ. അടുത്തത് സോഷ്യോ ക്വഷ്യൻ, സാമൂഹ്യ ബന്ധം വേണം. ഇപ്പൊ ഇവിടെ തൊഴിലാളികളെ ആദരിക്കുന്നുണ്ടോ? എത്ര മനോഹരമായ ചടങ്ങാണെന്നറിയൂ. അറിവിലും അധ്വാനത്തിനെയും ആദരിക്കുക. കാരണം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഉടുത്ത വസ്ത്രവും എല്ലാം ഏതൊക്കെയോ തൊഴിലാളികൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ലേ അല്ലേ? ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്നില്ലേ? ഈ പ്രസംഗിക്കുന്നതിന്റെ ശബ്ദോർജമല്ലേ ഇത്? ഈ ശബ്ദോർജം കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ്. ഈ ആന്ധ്രയിലെ സൗരോർജത്തെ എന്റെ കണ്ടത്തിൽ എത്തിച്ചത് എത്ര തൊഴിലാളികളും കർഷകരും ചെയ്തിട്ട. ആ ആന്ധ്രയിലെ കർഷകർ കഴിഞ്ഞ കൊല്ലം അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, ഈ
ഇതിന്റെ നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേയി കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിന് ട്രെയിനിൽ കയറ്റി എത്ര തൊഴിലാളികൾ സെക്കന്ദരാബാദ് കൊണ്ടുവന്ന് ആടുന്ന് വിജയവാഡ വന്ന്, അവിടുന്ന് വിശാഖപട്ടണം വന്ന്, അവിടുന്ന് സേലത്ത് വന്ന്, ഈറോഡ് വന്ന്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, കപ്പുറത്ത്, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് എന്റെ നാട്ടിലെ വാസുവാട്ടിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 3 വെള്ളയപ്പം ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജമായ എന്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ഒച്ച. ഇതൊന്നും എന്റെ സ്വന്തം അല്ലാട്ടോ, തൊഴിലാളികളും ചേർന്നതാണ്. ആ സാമൂഹ്യ ബന്ധം വേണം. അടുത്തത് എക്കോ ക്വസ്റ്റ്യൻ. ജൂലൈ ഇന്ന് 4, നാളെ പരിസ്ഥിതി ദിനമാണ്. ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാം. ആ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം. അതാ എക്കോ ക്വസ്റ്റ്യൻ. അടുത്തത് 6 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയൻസ് ക്വസ്റ്റ്യൻ. ശാസ്ത്രബോധം വേണം. ശാസ്ത്രം പഠിച്ചാ പോരാ. രാഹുകാലത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്, മനസ്സിലായോ? ചന്ദ്രദശയിലും വിശ്വസിക്കരുത്. അതൊക്കെ വൻ തട്ടിപ്പുകളാണ്. നിങ്ങൾ ശാസ്ത്രമാണ് ഈ വികാസം മുഴുവൻ ഉണ്ടാക്കിയത്. നമ്മുടെ നാടിന്റെ വികാസം ഉണ്ടാക്കിയത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന്റെ വികാസം, ശാസ്ത്രബോധം ഉണ്ടാവണം. ഈ 7 ക്വസ്റ്റ്യന്റ് 7 ഒന്നും കൂടി ഞാൻ പറയട്ടെ. 1 IQ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ, 2 EQ ഇമോഷണൽ ക്വസ്റ്റ്യൻ, 3 PQ പാഷണൽ ക്വസ്റ്റ്യൻ, 4 SQ സ്പിരിച്വൽ ക്വസ്റ്റ്യൻ, 5 സോഷ്യോ ക്വസ്റ്റ്യൻ, 6 എക്കോ ക്വസ്റ്റ്യൻ, 7 സയൻസ് ക്വസ്റ്റ്യൻ. ഇത്രയും വളർത്തിയാൽ, എല്ലാം ഒരുപോലെ വളർന്നാൽ നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാകും. ജീവിതത്തിന്റെ രസം അറിയും. അല്ലാതെ ജീവിതം എന്ന് പറയുന്നത് കുറേ തിന്നുക, കിടന്നുറങ്ങുക, കക്കൂസ് പോവുക, മക്കളെ ഉണ്ടാക്കുക, ഇത് ചെയ്യാനാണ് നമ്മൾ മനുഷ്യനാവണ്ടല്ലോ. നമ്മുടെ ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ P. ജയചന്ദ്രന്റെ പാട്ടിലെ വരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ തൊഴിലാളികളെ ബഹുമാനിക്കണം, കർഷകരെ ബഹുമാനിക്കണം, അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം, നാടിനെ ബഹുമാനിക്കണം, നാടിന്റെ പൊതുമണ്ഡലത്തെ ബഹുമാനിക്കണം. അത്തരത്തിൽ നിങ്ങൾ ഇതിനോടെല്ലാം പ്ലസ് ആവണം. നിങ്ങളുടെ സ്കൂളിലെ പഠനത്തോടും ഭക്ഷണത്തോടും പ്ലസ് ആയാൽ പോരാ, എല്ലാറ്റിനോടും പ്ലസ് ആവണം. അത്തരത്തിൽ നിങ്ങൾ A+ ആവണം. അത്തരത്തിൽ നിങ്ങൾ A+ ആവണം. അങ്ങനെ A+ ആയി മുന്നോട്ട് പോകാൻ നല്ല കരുത്തുള്ള കുട്ടികളായി മുതുകുറിശ്ശിയിലും പരിസരത്തുള്ള വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങൾക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇവിടെ നല്ല മാർക്ക് വാങ്ങിയ മുഴുവൻ കുട്ടികളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും ആ പഠിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത രക്ഷിതാക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട്, ഇവിടെ തൊഴിലുറപ്പ് തൊഴിലിൽ സജീവമായി നിന്നുകൊണ്ട് ഈ പ്രായത്തിലും പണിയെടുക്കാൻ തയ്യാറായി അടങ്ങിയിരിക്കാത്തവർ, മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അടങ്ങിയിരിക്കരുതെന്ന്. അടങ്ങിയിരുന്ന മനുഷ്യനല്ല, അനങ്ങാണ്ട് കിടക്കുന്ന പാറയല്ല, ചലിച്ചുകൊണ്ടിരിക്കണം. ചലനമാണ് ഈ ലോകത്തിന്റെ വികാസത്തിന്റെ രസതന്ത്രം. ചലനമില്ലായിരുന്നെങ്കിൽ, വായു ചലിച്ചില്ലെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിലേക്ക് വായു കയറുമോ? രക്തം ചലിച്ചില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരൂലേ? ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ രാവും പകൽ ഉണ്ടാവുമോ? ഭൂമി സൂര്യനെ ചുറ്റുന്നില്ലെങ്കിൽ ഋതുക്കൾ മാറി വരുമോ? ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം ചലനം ചലനം. വയലാർ എഴുതിയിട്ട് യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണ്. ഈ പ്രായത്തിലും ഇവര് ഇവരെ പറ്റിയിട്ട് ഒരുപാട് ആളെ ആക്ഷേപം പറയും. ഇവര് തൊഴിൽ ഉറപ്പാണ്, തൊഴിൽ ഉറക്കാണ്, തൊഴിൽ ഇരിപ്പാന്നല്ലോ. എന്നാലും ഇവരെപ്പോഴും ഇങ്ങനെ പോകുന്നോണ്ട്, ഒരുപാട് പൈസ നാട്ടിൽ വരുന്നോണ്ട് ഇവരെ പൈസ നാട്ടിൽ ചെലവഴിക്കും. കുറെ ആൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്? അവർക്ക് കിട്ടിയ പെൻഷൻ ₹1 ചെലവാക്കാണ്ട് ബാങ്കിൽ ആക്ട് ചെയ്തു. തൊഴിലുറപ്പുകാർക്ക് ചെറിയ പൈസ കിട്ടുന്നുള്ളൂ. അവർ കിട്ടിയതിന്റെ പിറ്റേന്ന് തന്നെ ടൗണിൽ പോയിട്ട് സാധനം വാങ്ങും. തൊഴിലുറപ്പുകാർക്ക് പൈസ കിട്ടിയാൽ മാർക്കറ്റ് സമ്പന്നമായി, പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയാൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആക്കിയായി. കാര്യം പൈസ നാട്ടിൽ ഇറക്കണം, നാട്ടിൽ ചെലവഴിക്കണം.
പണത്തെ പറ്റിയിട്ട് എക്കണോമിക്സിലൊരു ചൊല്ലുണ്ട്, മണി ഈസ് വാട്ട് മണി ഡസ്. ഈ തൊഴിലാളികളാണ് ദൈവത്തിന്റെ പ്രതിരൂപങ്ങളെന്ന് നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി, ഇന്ത്യയിൽ ആദ്യത്തെയും അവസാനത്തെയും നോബൽ സമ്മാനം കിട്ടിയ സാഹിത്യകൃതി, അതിൽ പറയാ, അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പൂജാരിയോട് ടാഗോർ പറയാ, ഞങ്ങൾ പറഞ്ഞല്ല, ടാഗോർ പറയാ, ഇത് വിവർത്തനം ചെയ്തത് ജി ശങ്കരക്കുറുപ്പ. ടാഗോറിന്റെ ആ വിവർത്തനം മാത്രം മതി തൊഴിലാളികളെ ആദരിക്കാൻ. അത് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. ടാഗോർ പറയുന്നു, ഭജനം പൂജനമാരാധനയും സാധനയും ഹേ നിർത്തുക സാധു, നിജ ദേവാലയ മൂലയിലെന്തിനിരിക്കുന്നു നീ രുദ്ധ കവാടം, നിവൃതമിരുട്ടിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊള്ളുവീല, നീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർന്നിരു കൈകളിലും. കൂടച്ചെളിയിലിറങ്ങോ കളയൂ ശുഭ്രം വസ്ത്രം, കൊതിയോ മുക്തിയിൽ മുക്തിയിരിക്കുവതെവിടെ നിനക്കെങ്ങത് കിട്ടും. സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പു. മതിനിൻ ധ്യാനം മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി. നീ അദ്ദേഹത്തോട് കർമ്മഭ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ വേർപ്പൊഴുകട്ടെ വേർപ്പൊഴുകട്ടെ. താജ്മഹൽ ഉണ്ടാക്കിയതാര്? ഷാജഹാൻ അല്ലേ? എന്ന 19 കൊല്ലം കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോ ഒരു മാർബിളിന്റെ കഷ്ണം ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറം കൊടുത്ത ബന്ധമില്ലാത്ത ഷാജഹാൻ. താജ്മഹൽ ഉണ്ടാക്കുമ്പോ അപകടത്തിൽ 10-15,000 തൊഴിലാളികൾ മരിച്ചു പോയിട്ടുണ്ട്, അറിയോ? ആ തൊഴിലാളികളല്ലേ താജ്മഹൽ ഉണ്ടാക്കിയത്. ഷാജഹാനെല്ലാം മേൽനോട്ടം വഹിച്ചു എന്നല്ലേ ഉള്ളൂ. അവരാണ് ഈ ലോകത്തെല്ലാം ഉണ്ടാക്കിയത്. ആ തൊഴിലാളികളെ ആദരിക്കാൻ ഇങ്ങനെയൊരു ഈ അവസരത്തിൽ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് ആദരിക്കുന്നത് വളരെ ഉത്തമമായി. അതിന് തീരുമാനമെടുത്ത ഇവിടുത്തെ പ്രദേശത്തെ ആളുകളെ ഞാൻ ഊഷ്മളമായി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. നമസ്കാരം.